തൃശൂർ കുന്നംകുളത്ത് ദീർഘദൂര സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ 2 മരണം. അപകടത്തിൽ 23 പേർക്ക് പരിക്കേറ്റു. സ്വകാര്യ ബസിന്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമായത്. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടം സംഭവിച്ചത്. കോഴിക്കോട് തൃശൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ദീർഘദൂര ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിലായിരുന്ന ബസ് എതിർദിശയിൽ സഞ്ചരിച്ചിരുന്ന ബൈക്കിലും ഓട്ടോയിലും കാറിലും ഇടിച്ചു. പ്രദേശത്തുള്ള വീടിന്റെ മതിൽക്കെട്ട് ഇടിച്ചു തെറിപ്പിച്ചാണ് ബസ് നിന്നത്. അപകടത്തിൽ 2 പേരുടെ ജീവൻ നഷ്ടമാവുകയും 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പ്രദേശവാസികളും യാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ നടത്തിയത്. മുന്നിൽ പോയ കാറുകാരനെ ഓവർടേക്ക് ചെയ്തിട്ട് ഇടിച്ചു. ഈ വണ്ടി ഇടിച്ചിട്ട് ഇതിൻ്റെ വീലണ്ട് തിരിഞ്ഞു. വീലിങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു. ആ തിരിഞ്ഞത് എൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന കാറിന് മുകളിൽ ഇടിച്ചു. കാറിന് മുകളിൽ ഇടിച്ചിട്ട് ആ കാറ് വന്നിട്ട് എൻ്റെ വണ്ടിയും ഇടിച്ചു. ഞാനവിടെ ജാമായി. ആ പാലത്തിന് മുകളിൽ അവിടെ ജാമായി. പിന്നെ വന്നു അങ്ങനെ ബൈക്കാരുണ്ടായിരുന്നു. ആ ബൈക്കാരനെ വന്നിട്ട് ഇടിച്ചിട്ട് മതിലിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയി. അമിത വേഗതയിലായിരുന്നു. നല്ല വേഗത. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലോ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടിച്ചങ്ങനെ വരുമോ? അപകടത്തിൽ പെരുമ്പിലാവ് സ്വദേശി 19 വയസ്സുള്ള റിയ ഫാത്തിമ, കാണിപ്പയ്യൂർ സ്വദേശിയായ മറ്റൊരു സ്ത്രീയുമാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. കൂടാതെ 14 പേർ പരിക്കുകളോടെ വിവിധ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലാണ്. സ്വകാര്യ ബസ്സുകൾ അമിത വേഗതയിലാണ് സർവീസ് നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡ് നിയമങ്ങൾ പാലിക്കാതെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ മറ്റു വാഹന യാത്രക്കാർക്ക് നേരെ തട്ടിക്കയറുന്നത് പതിവ് സംഭവമാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ജനം, തൃശൂർ.